നാറ്റോ രൂപീകരിച്ച ശേഷം ആദ്യമായാണ് സഖ്യത്തിൽ വിള്ളൽ വരുന്നത്. യൂറോപ്പിന്റെയും അമേരിക്കയുടെയും സുരക്ഷയ്ക്ക് വേണ്ടി ഏറെക്കുറെ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ സൈനിക ബേസുകളുണ്ട്. പക്ഷേ ഇറാൻ യുദ്ധത്തിൽ നാറ്റോ രാജ്യങ്ങൾ അമേരിക്കയെ സഹായിച്ചില്ല. ഇറാൻ സംഘർഷത്തെ ചൊല്ലിയുള്ള വാക്തർക്കത്തിനൊടുവിൽ ജർമ്മനിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ US തീരുമാനിച്ചത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ ഇറാൻ യുദ്ധത്തെ ചൊല്ലിയുള്ള നിലപാടിൽ ഒരു ചലനവും ജർമ്മനിയിൽ സൃഷ്ടിക്കാൻ US തീരുമാനത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് ഇത് സംബന്ധിച്ച ജർമ്മനിയുടെ പ്രതികരണം സൂചിപ്പിക്കുന്നത്. US സൈനിക പിന്മാറ്റം മുൻകൂട്ടി കാണാൻ കഴിയുന്നതാണ് എന്നാണ് ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസിന്റെ പ്രതികരണം. ജർമ്മനിയിലുള്ള US 36,000 സൈനികരിൽ നിന്ന് 5,000 പേരെ പിൻവലിക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ഇറാൻ യുദ്ധത്തിന് പിന്തുണ നൽകാത്ത യൂറോപ്യൻ യൂണിയന്റെ പ്രത്യേകിച്ച് ജർമ്മനിയുടെ നിലപാടുകളോടുള്ള പ്രതിഷേധമാണ് ട്രംപ് ഇത്തരത്തിൽ പ്രകടിപ്പിച്ചത്. ഇറാനുമായുള്ള സമാധാന ചർച്ചകളിൽ US നിലപാടുകളെ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് രൂക്ഷമായി വിമർശിച്ചിരുന്നു. ട്രംപ് ഭരണകൂടത്തെ ഇറാനിയൻ ഭരണകൂടം നയതന്ത്രപരമായി മറികടന്നു എന്നടക്കമുള്ള ഫ്രെഡറിക് മെർസിന്റെ അഭിപ്രായങ്ങളെ US ട്രംപും രൂക്ഷമായി വിമർശിച്ചതിന് പിന്നാലെയാണ് സൈനിക പിന്മാറ്റം പ്രഖ്യാപിച്ചിരുന്നത്. യൂറോപ്യൻ മേഖലയിൽ തന്നെ US ഏറ്റവും വലിയ സൈനിക വിന്യാസവും ജർമ്മനിയിലായിരുന്നു. 36,000 സൈനികർ. ഇറ്റലിയിൽ ഏകദേശം 12,000-ഉം UK-യിൽ 10,000 സൈനികരുമുണ്ട്. അടുത്ത 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കാലയളവിൽ മേഖലയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും സൈനികരെ പിൻവലിക്കാനായിരുന്നു US തീരുമാനം. പക്ഷേ ട്രംപിന്റെ തീരുമാനത്തിനെതിരെ സ്വന്തം മണ്ണിൽ നിന്ന് പോലും എതിർപ്പുയർന്നു. മണ്ടത്തരമായ തീരുമാനമെന്ന US സെനറ്റിലെ ആയുധ സേനാ സമിതിയിലെ പ്രധാന ഡെമോക്രാറ്റ് അംഗമായ ജാക്ക് റീഡ് ഇതിനെ വിശേഷിപ്പിച്ചു. ഇറാൻ യുദ്ധം പോലും അമേരിക്കയിൽ വലിയ രീതിയിൽ ട്രംപിന് എതിരായ വിരുദ്ധ വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനിടെ ഇറാൻ യുദ്ധത്തിന്റെ ശ്രദ്ധാകേന്ദ്രം ഹോർമൂസ് തന്നെയെന്ന് വീണ്ടും തെളിയുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ US ഉപരോധം ആരംഭിച്ചത് ഏപ്രിൽ ആദ്യവാരം മുതലാണ്. കൃത്യമായി പറഞ്ഞാൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ആദ്യഘട്ട സമാധാന ചർച്ച പരാജയമായതിന് പിന്നാലെ ഇറാനെ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യവുമായാണ് US ഹോർമൂസിൽ നാവിക ഉപരോധം ആരംഭിച്ചത്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കും തിരിച്ചുമുള്ള കപ്പലുകളെ തടയുമെന്നായിരുന്നു പ്രഖ്യാപനം. US ഉപരോധം മറികടന്ന് ഒരു വമ്പൻ നീക്കം നടത്തിയതായാണ് ഇപ്പോൾ ഇറാന്റെ അവകാശവാദം. 19 ലക്ഷം ബാരൽ അസംസ്കൃത ക്രൂഡ് ഓയിലുമായി ഇറാനിയൻ സൂപ്പർ ടാങ്കർ US ഉപരോധവും മറികടന്ന് ഏഷ്യ പസഫിക് മേഖലയിൽ എത്തിയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. $220 മില്യൺ വിലമതിക്കുന്ന എണ്ണയാണ് ഹ്യൂജ് എന്ന ഇറാനിയൻ സൂപ്പർ ടാങ്കർ വഹിച്ചിരുന്നത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ടാങ്കർ ട്രാക്കിംഗ് സ്ഥാപനമായ ടാങ്കർ ട്രാക്കേഴ്സ്.comന്റെ റിപ്പോർട്ടാണ് ഇറാനിയൻ സൂപ്പർ ടാങ്കറിന്റെ സഞ്ചാരം സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ നൽകുന്നത്. ഹോർമൂസിലെ ഇറാനിയൻ ഉപരോധം മറികടക്കാൻ കപ്പലുകൾക്ക് എസ്കോർട്ട് നൽകുന്ന പ്രോജക്ട് ഫ്രീഡം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ദിവസം തന്നെയാണ് ഇറാനിയൻ ടാങ്കർ US ഉപരോധം മറികടന്ന് ഏഷ്യ പസഫിക് മേഖലയിൽ പ്രവേശിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നാഷണൽ ഇറാനിയൻ ടാങ്കർ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഹ്യൂജ് എന്ന സൂപ്പർ ടാങ്കർ. US നാവിക ഉപരോധം മറികടക്കാൻ കപ്പൽ നിരീക്ഷണ സംവിധാനങ്ങളിൽ നിന്ന് മറഞ്ഞാണ് ഹ്യൂജ് സഞ്ചരിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. നിയന്ത്രണങ്ങൾ മറികടന്ന് ഇന്തോനേഷ്യയിലെ ലോംബോക് കടലിടുക്ക് വഴിയായിരുന്നു ഇതിന്റെ സഞ്ചാരം. ഒടുവിൽ ഏഷ്യ പസഫിക് മേഖലയിലെ റിയാവോ ദ്വീപ് സമൂഹത്തിന് സമീപം എണ്ണ എത്തിക്കുകയും ചെയ്തു. ഹോർമൂസിൽ ഉപരോധമുണ്ടാകുമെന്ന് ഇറാൻ നേരത്തെ കണക്കുകൂട്ടിയിരുന്നോ എന്നാണ് ഈ വാർത്തയിൽ നിന്ന് ഉയരുന്ന സംശയം. കാരണം US ഉപരോധം ഹോർമൂസിൽ ആരംഭിക്കുന്നത് ഏപ്രിൽ മുതലാണ്. പക്ഷേ മാർച്ച് 20 മുതൽ തന്നെ ലൊക്കേഷൻ വിവരങ്ങൾ നൽകുന്ന ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഹ്യൂജ് എന്ന ഇറാനിയൻ സൂപ്പർ ടാങ്കർ പ്രവർത്തനരഹിതമാക്കിയിരുന്നു എന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ലൊക്കേഷൻ സിഗ്നൽ സംവിധാനം ഓഫ് ചെയ്ത് ഡാർക്ക് ആക്ടിവിറ്റി എന്ന രീതിയാണ് കപ്പൽ സ്വീകരിച്ചത്. ഇതുവഴി US നാവികസേനയുടെയും ഉപഗ്രഹങ്ങളുടെയും കണ്ണ് വെട്ടിക്കാമെന്ന് കപ്പൽ കണക്കുകൂട്ടി. ആഴ്ചകൾക്ക് മുൻപ് ശ്രീലങ്കയ്ക്ക് സമീപം വെച്ച് ഒരിക്കൽ സിഗ്നൽ നൽകിയ ഹ്യൂജ് പിന്നീട് ഒരിക്കലും സിഗ്നൽ നൽകിയിട്ടില്ല. പിന്നീട് ആഴ്ചകളോളം ഒരു നിരീക്ഷണത്തിനും അവസരം നൽകിയിട്ടുമില്ല. എല്ലാ നിരീക്ഷണ സംവിധാനങ്ങളിൽ നിന്നും അകന്നുമാറി സഞ്ചരിച്ച് ഒടുവിൽ തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഇറാനുമേൽ സാമ്പത്തിക സമ്മർദ്ദം ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായാണ് US ഇറാനുമേൽ ഹോർമൂസിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധത്തിന് വലിയ തിരിച്ചടിയാണ് സൂപ്പർ ടാങ്കറിലെ എണ്ണ കയറ്റുമതി. 19 ലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ പുറത്തെത്തുന്നത് വഴി $220 ബില്യൺ എണ്ണ വിൽക്കാൻ ഇറാന് സാധിക്കും. ഇറാനുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക സമ്മർദ്ദത്തിന് വലിയ തിരിച്ചടിയായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. ഹോർമൂസിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ട് എന്നും ഉപരോധം വലിയ വിജയമാണ് എന്നുമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളെ പൊളിച്ചടുക്കുന്നതാണ് ഈ നീക്കം. ഏപ്രിൽ 13 ആരംഭിച്ച ഹോർമൂസിലെ US നാവിക ഉപരോധം
പരാജയമാണ് എന്നും ഇതിനകം 27 മണിക്കൂറിനുള്ളിൽ ഉപരോധം മറികടന്ന് 52 കപ്പലുകൾ ഹോർമൂസിന് പുറത്തെത്തിയതായും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഹോർമൂസ് വഴി ഇറാൻ തുറമുഖങ്ങൾ ലക്ഷ്യമിട്ടെത്തിയ 41ഓളം കപ്പലുകൾ ഉപരോധം ആരംഭിച്ചതു മുതൽ ഇതുവരെ തടയുകയോ തിരിച്ചയക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് US അവകാശപ്പെടുന്നു. ഇതുവഴി ഇറാന് $4.8 ബില്യൺ നഷ്ടമുണ്ടായി എന്നും US അവകാശപ്പെടുന്നുണ്ട്. ഹോർമൂസിലെ ഇറാനി ഉപരോധത്തിൽ പെട്ടുകിടക്കുന്ന കപ്പലുകൾക്ക് കടന്നുപോകാൻ സംരക്ഷണമൊരുക്കുന്ന പ്രൊജക്ട് ഫ്രീഡം അമേരിക്ക പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെയാണ് ഇറാനിയൻ സൂപ്പർ ടാങ്കർ എണ്ണയുമായി കടൽ കടന്നുവെന്ന വാർത്തയും പുറത്തുവരുന്നത് എന്നതാണ് ഈ വാർത്തയെയും ഇറാന്റെ നീക്കത്തെയും നിർണായകമാക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത കപ്പലുകളെയും അവയിലെ തൊഴിലാളികളെയും രാജ്യങ്ങളെയും സ്വതന്ത്രരാക്കുക എന്നതാണ് പ്രൊജക്ട് ഫ്രീഡം കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. മനുഷ്യത്വം മാത്രം കണക്കിലെടുത്തുള്ള തീരുമാനമാണ് ഇതെന്നും കുടുങ്ങിക്കിടക്കുന്നവർ വഴിപോക്കർ മാത്രമാണ് എന്നും അവരെ തടയുന്നവർ ആരായാലും അനുഭവിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. US നാവികസേനയുടെ എസ്കോർട്ടോടുകൂടി കപ്പലുകൾക്ക് പുറത്തേക്ക് വഴിയൊരുക്കുന്നതായിരുന്നു അമേരിക്കയുടെ നീക്കം.